കണ്ണനും കൂട്ടരും പശുക്കളുമായി കാളിന്തി തീരത്തെത്തി. കാളിന്തിയിൽ വിഷം ചീറ്റിക്കിടക്കുന്ന ഘോര സർപ്പത്തെ കണ്ട് കൂട്ടുകാർ ഭയന്നോടി കണ്ണനെ വിവരമറിയിക്കുന്നു. അങ്ങനെ ഒരു ഫണീന്ദ്രനെക്കുറിച്ച് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും അവനെ കാണണമെന്നുമായി കണ്ണൻ. സംവത്സരങ്ങളായി കുടുംബത്തോടൊപ്പം കാളിന്തിയിൽ കഴിയുന്ന കാളിയനെ കണ്ണൻ നേരിൽ കണ്ടു. ഗരുഡനിൽ നിന്നും അമൃത് തുളുമ്പിയതിനാൽ ഉണങ്ങാതെ നിൽക്കുന്ന കടമ്പുമരത്തെക്കുറിച്ചും കണ്ണൻ പരാമർശിക്കുന്നു. പാമ്പിനെ അടുത്തു കാണാൻ താൽപ്പര്യം കാട്ടിയ കണ്ണനെ കൂട്ടുകാർ പിന്തിരിപ്പിച്ചു. കണ്ണനുണ്ടോ കാകോളഭയം? മരുതുമേലേറി കാളിന്തിയുടെ അഗാധതയിലേക്ക് എടുത്തുചാടി കണ്ണൻ. പിന്നെ കാളിയനും കണ്ണനുമായിട്ടുള്ള മൽപ്പിടുത്തമായി. വിഷം ചീറ്റിയ കാളിയനിൽ നിന്നും കണ്ണൻ ഒഴിഞ്ഞു മാറും. ദേവി, കാളിയന്റെ ദർപ്പം അടങ്ങുകയാണ്. ഒപ്പം കണ്ണൻ വർദ്ധിത വീരനാവുകയും ചെയ്യുന്നു. ഉണ്ണിയുടെ നടനം ഇനി കാളിയന്റെ പതനത്തിലേ അവസാനിക്കൂ. ദേവി സമാശ്വസിക്കൂ. യശോദാമ്മേ, കാളിന്തിയിൽ കാളിയന്റെ കാകോളയുഗ അവസാനിക്കുകയാണ്. വൃക്ഷലതാദി ഫലമൂലങ്ങളാൽ കാളിന്തി തീരം സമ്പുഷ്ടമാവാൻ പോകുന്നു. അതിന് കാരണക്കാരൻ സ്വന്തം ഉണ്ണിയാണെന്നോർത്ത് യശോദാമ്മ അഭിമാനിച്ചാലും നാരായണ നാരായണ നാരായണ.
ആദിപൊരുളെ, ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ഈയുള്ളവൾ കാളിയന്റെ പത്നിയായ നാഗിനിയാണ്. 7-14 ഉലകിനും നാഥനായ അങ്ങ് ഈ ഉള്ളവളെയും കുഞ്ഞുങ്ങളെയും അനാഥരാക്കരുത് പ്രഭോ. ഞങ്ങളോട് കനിവുണ്ടാകണം. ഈ ഉള്ളവളുടെ ഭർത്താവിന്റെ മഹാപരാധം പുറത്ത് മാപ്പ് നൽകി ഞങ്ങളെ സനാഥരാക്കണം പ്രഭോ. നാഗിനി, നിന്റെ പതിയുടെ വിഷജ്വാലയേറ്റ് എത്രയോ നിരപരാധികളാണ് കാലപുരി പ്രാപിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ കുടുംബം സനാഥമാക്കുവാൻ നിനക്കോ കാളിയനോ കഴിയുമോ? ഫലഭൂയിഷ്ടമായ ഈ പ്രദേശം നിന്റെ പതിയുടെ വിഷബാധയേറ്റ് എത്രയോ സംവത്സരങ്ങളായി മരുഭൂമിയായി കിടക്കുന്നു. ഭൂലോകം ഊഷരമാക്കാൻ നിന്റെ പതിക്ക് ആരാണ് അധികാരം നൽകിയത്? അറിയില്ല. മഹാപ്രാജ്ഞനായ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ ഉള്ളവൾക്കറിയില്ല. ഒന്നു മാത്രം ഈ ഉള്ളവൾ അപേക്ഷിക്കുന്നു. എല്ലാ ക്രൂരതകളും വെടിഞ്ഞ് ഒരു സാത്വികന്റെ ജീവിതം നയിക്കാൻ എന്റെ കാന്തന് ഒരവസരം കൂടി നൽകണം ഭഗവാനെ. നാഗിനി ആശ്വസിച്ചാലും ശിക്ഷണം മാത്രമല്ല, രക്ഷണവും നമ്മുടെ കർമ്മമാണല്ലോ. ഉദ്ധതനായ കാളിയൻ അറിയാതെ ഭഗവത് പാതാരവിന്ദങ്ങളെ നിത്യവും പൂജിച്ചുകൊണ്ടിരുന്ന നാഗിനിയുടെ അപേക്ഷ നാം സ്വീകരിച്ചിരിക്കുന്നു. ദേവദേവേശ, ഭഗവാനെ, കാളിയന്റെ കഠോരവൃത്തികൾ പൊറുക്കണമേ. അങ്ങയുടെ വാഹനമായ ഗരുഡനല്ലാതെ മറ്റൊരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്താനാവില്ലെന്ന അഹങ്കാരം, ആ മതാന്തകാരം എന്നെക്കൊണ്ട് അരുതാത്ത കർമ്മങ്ങൾ ഏറെ ചെയ്യിച്ചു. കാരുണ്യത്തിന്റെ കണിക പോലും എന്റെ കാന്തനില്ലാതായിട്ട് സംവത്സരങ്ങൾ ഏറെ കഴിഞ്ഞു. നന്ദസൂനോ, ജഗൽപതേ, എന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തന്റെ മാരണം അങ്ങ് ശയ്യയാക്കിയപ്പോൾ വിഷപൂരിതമായി എന്റെ ഭണങ്ങൾ അങ്ങ് നടനവേദിയാക്കി. അങ്ങയുടെ പവിത്രമായ പാദമർദ്ദനങ്ങൾ ആവോളം ഏറ്റുവാങ്ങിയ കാളിയൻ മഹാഭാഗ്യവാനാണ്. ദർപ്പത്തിന്റെ കാഗോളം നിറഞ്ഞ മനസ്സിൽ അങ്ങയാൽ ദയാവായ്പിന്റെ അമൃതം നിറയ്ക്കപ്പെട്ടപ്പോൾ കാളിയൻ മഹാപുണ്യവാനായിരിക്കുന്നു. ഇനി മുതൽ വിഷവും വിദ്വേഷവുമില്ലാത്ത ഒരു ജീവിതസരണിയിൽ സഞ്ചരിക്കാൻ അടിയൻ തീരുമാനിച്ചു കഴിഞ്ഞു. നരനാരായണ, അനുഗ്രഹിക്കണമേ. അങ്ങനെ ആവട്ടെ. ഇനി മുതൽ നീ കാളിന്തിയിൽ വസിക്കാൻ പാടില്ല. നാഗിനിയെയും മറ്റു ഭാര്യമാരെയും മക്കളെയും കൂട്ടി രമണക ദ്വീപിലേക്ക് പോകണം. അവിടെ സസുഖം പാർക്കാം. അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ രമണക ദ്വീപിലേക്ക് പൊയ്ക്കോളാം. പക്ഷേ അങ്ങയുടെ വാഹനമായ ഗരുഡന്റെ ശത്രുത ഇനി എനിക്കും കുടുംബത്തിനും ഉണ്ടാകരുത്. ആ കുടുംബ വൈരം അവിടുന്ന് തന്നെ അവസാനിപ്പിച്ചു തരണം തമ്പുരാനെ. കാളിയൻ സമാധാനിച്ചാലും ഇനി മുതൽ ഗരുഡന്റെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാവില്ല. എന്റെ പാദസ്പർശമേറ്റ നിന്നെ ഇനി മുതൽ ഗരുഡൻ ബഹുമാനിക്കുന്നതായിരിക്കും. തമ്പുരാനെ, മംഗളം ഭവന്തു. കണ്ണാ, നമ്മുടെ കണ്ണൻ വന്നു. കണ്ണാ, ഉണ്ണിക്കണ്ണ, കണ്ണാ. കൂട്ടരെ, തിരക്ക് കൂട്ടാതിരിക്കുവിൻ. എന്റെ മുത്തച്ഛന്റെയും മുത്തച്ഛന്റെ കാലത്താണ് കാളിയൻ എന്ന ഘോര സർപ്പം കാളിന്നിയിലെത്തിയതെന്ന് കേട്ടിട്ടുണ്ട്. കാളിയമർദ്ദനത്തിലൂടെ കണ്ണൻ കാളിന്തിയെ വൃന്ദാവനത്തിന്റെ ജീവനാടിയാക്കിയിരിക്കുന്നു. പൈക്കൾക്ക് പുല്ലും മാനവരാശിക്ക് ഫലമൂലാദികളും പ്രദാനം ചെയ്യുന്ന ഒരു ഭൂപ്രദേശത്തെ പുനഃസൃഷ്ടിച്ച കൃഷ്ണൻ
വൃന്ദാവനത്തിന്റെ നേതാവാണ്. യാദവകുലത്തിന്റെ രക്ഷകനാണ്. കൂട്ടരെ, ഈ ആനന്ദ മുഹൂർത്തം ആഘോഷിക്കുവിൻ. വാക്കും വിലക്കും ലംഘിച്ച് തന്നിഷ്ടത്തിന് നടക്കാൻ ഇവിടെ പറ്റില്ല. ദേ, നീ പ്രായപൂർത്തിയായ പെണ്ണ. കപിലയുടെ കഴിവുകേട് കൊണ്ടാ പെണ്ണിങ്ങനെ നാട് ചുറ്റുന്നതെന്ന് വൃന്ദാവനത്തിൽ പരക്കെ സംസാരമുണ്ട്. ഇനി അത് കേട്ട് നാണക്കെടാൻ വയ്യ കപിലയ്ക്ക്. രാധേ, സത്യം പറ, എവിടെ പോയിരുന്നു നീ? നോക്ക്, എനിക്കെന്ന് സത്യം അറിയണം. എന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് നീ എങ്ങോട്ടാ പോയത്? ഞാൻ കാളന്തിയുടെ തീരം വരെ പോയിരുന്നു ചിറ്റമ്മേ. കാളന്തി തീരത്തോ? ആരെ കാണാൻ? കാളിയന്റെ വിഷം കലരാത്ത തെളിഞ്ഞ വെള്ളം കാണാനാ പോയത്. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ടെന്റെ കുട്ടി കാളന്തിയിലിറങ്ങി നീരാടിയോ? സത്യം പറയൂ. ഇല്ല ചിറ്റമ്മേ, ഞാൻ നീരാടിയതേ ഇല്ല, സത്യം. അതെ, രാധ പറഞ്ഞത് സത്യം, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ചിറ്റമ്മയ്ക്കൊരു സംശയം. കാളന്തിയിൽ നീരാടിയില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ നനഞ്ഞു? രാധേ, ചിറ്റമ്മയോട് സത്യം പറഞ്ഞു. നിനക്കെന്താ സംഭവിച്ചത്? അത് പിന്നെ ചിറ്റമ്മ വഴക്ക് പറയുമെന്ന് ഭയന്ന് കാളന്തി കരയിൽ നിന്ന് ഇവിടെ വരെ ഓടി വിയർത്തപ്പോഴാ നനഞ്ഞത്. ചിറ്റമ്മേ. ചിറ്റമ്മയോ? മിണ്ടിപ്പോകരുത്. എന്റെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്റേടായോ നിനക്ക്? അനുവദിക്കില്ല ഞാൻ. കാളന്തിയുടെ കരയിൽ ആ കൃഷ്ണനുമൊത്ത് കൈമേയി പുണർന്ന് നൃത്തം ചവിട്ടാനല്ലേ നീ പോയത്? നിഷേധിക്കാനാവോ നിനക്ക്? കാളിയന് മാപ്പ് നൽകണമെന്ന നാഗിനിയുടെ അപേക്ഷ ഭഗവാനാൽ സ്വീകരിക്കപ്പെട്ടു. ഈശ്വരനിന്ദിതൻ്റെ പത്നിയായാലും ഈശ്വരഭക്തിയുണ്ടെങ്കിൽ ആ ഭക്തി അവസരം വരുമ്പോൾ ഈശ്വരനിന്ദിതനും തുണയായി ഭവിക്കും. ഭഗവത്പാദ സ്പർശമേറ്റവനെ കൊടിയ ശത്രുവും ബഹുമാനിക്കും. വാമനപാദ സ്പർശമേറ്റ മഹാബലി അസുരനാണെങ്കിലും ആണ്ടുതോറുമുള്ള അദ്ദേഹത്തിൻ്റെ ആഗമനം മാനവരാശി ഓണമായി ആഘോഷിക്കുന്നു.